ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ഒരു ദിവസം വീണ്ടും കർത്താവിനോട് കൂടിയായിരിക്കുവാൻ നമ്മളെ കൈപിടിച്ചുയർത്തിയ ദൈവത്തിന് നന്ദി പറയാം. ആ ദൈവമില്ലാതെ നമുക്ക് ഒന്നും നേടുവാൻ സാധിക്കുകയില്ല. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ധൂർത്തപുത്രൻ തൻ്റെ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ച് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നതുപോലെ നമ്മുടെ അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ച്, നമ്മുടെ തെറ്റുകളെ കുറിച്ച് അനുതപിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിയുവാൻ ഒരു നിമിഷം പോലും വൈകിക്കൂടാ എന്ന് ദൈവം നമുക്കിവിടെ ശക്തമായ മുന്നറിയിപ്പ് തരികയാണ്. നാളെ ചെയ്യാം, നാളെ ചെയ്യാം, നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് എന്തും നമ്മൾ മാറ്റിവെക്കുന്നത് പോലെ ദൈവസന്നിധിയിലേക്ക് തിരിയുന്നത് നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ മുന്നിലേക്ക് സമർപ്പിക്കുക. ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതം ദൈവാശ്രയത്തിലേക്ക് മാറ്റുക. ദൈവം സഹായിക്കാതെ നമ്മൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയുന്നില്ല എങ്കിൽ ഏത് നിമിഷമാണ് ദൈവത്തിൻ്റെ ക്രോധം നമ്മളിലേക്ക് വരുന്നത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുകയും സ്നേഹിക്കേണ്ടവരെ ഈ നിമിഷം മുതൽ സ്നേഹിക്കാൻ തുടങ്ങുകയും സഹായിക്കേണ്ടവരെ ഈ നിമിഷം മുതൽ സഹായിക്കുകയും ചെയ്തുകൊണ്ട് ദൈവം നമ്മളെ പഠിപ്പിച്ച, കർത്താവ് ഈശോ മിശിഹ നമ്മളെ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ അടയാളം, ദൈവാത്മാവ് നിങ്ങളെ വസിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇന്നു മുതൽ പ്രവർത്തിക്കുവാൻ തുടങ്ങും. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവാത്മാവ് നിങ്ങളിൽ വന്ന് നിറയും. ആ ദൈവാത്മാവ് നിങ്ങളെ മുന്നോട്ട് നയിക്കും. നിങ്ങളുടെ ജീവിതം തന്നെ പുതിയൊരു മേഖലയിലേക്ക് ഉയർത്തപ്പെടുന്നത് കാണുവാൻ സാധിക്കും. നാളത്തേക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നത് മാറ്റിവെക്കുന്നതിന് പകരം ഇന്ന് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഓടാം. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. നമ്മൾ ബലഹീനരും പാപികളുമാണ് എന്ന് ദൈവത്തിനറിയാം. ആ ബലഹീനതയിൽ സംഭവിച്ചു പോയതെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമ്മളെ തന്നെ ഒരാത്മശോധന ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും കരുണയും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ. ദൈവത്തിൽ നിന്ന് അകന്നാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഈ നിമിഷം തന്നെ നമ്മൾക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാം. നിന്നെ കാത്തിരിക്കുന്ന ഒരു പിതാവ് നിനക്ക് വേണ്ടി
എല്ലാം ചെയ്തു തരുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ സന്നദ്ധനായിട്ട് നിന്നെ നോക്കിയിരിക്കുന്നു. നാളത്തേക്ക് മാറ്റിവെക്കണ്ട. നാളെ നമ്മളിവിടെ ഉണ്ടോ എന്ന് നമുക്ക് പോലും അറിയില്ല. ഇന്ന് തന്നെ നമുക്ക് ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടാം. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.